ഇന്ന് ലോക വനിതാ ദിനമാണല്ലോ. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈ മിഡ് നൈറ്റ് റൺ എന്ന് പറഞ്ഞിട്ട് ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒറ്റ ദിവസത്തേക്ക് മാത്രമേ നടത്തുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം രാത്രിയിലൊക്കെ നടന്നു കഴിഞ്ഞാൽ പല ബീച്ചുകളിലൊക്കെ സെക്യൂരിറ്റീനെ വെച്ചിരിക്കുക. ഈ സെക്യൂരിറ്റി പലരെയും അടിച്ചോടിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത്. പിന്നെ പോലീസിൻ്റെ കാഴ്ചപ്പാട് രാത്രിയിൽ നടക്കുന്നവരൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ രാത്രി നടക്കുന്നവരൊക്കെ മറ്റേ പരിപാടിക്ക് നടക്കുന്നതെന്നുള്ളൊരു തെറ്റായ ചിന്താഗതിയാണ് പോലീസുകാർക്ക്. അതുപോലെ ആണുങ്ങളാണെങ്കിൽ രാത്രി നടക്കുന്നതൊക്കെ കഞ്ചാവ് കച്ചവടത്തിനും അതുപോലെ ഈ സാധനങ്ങൾ കാക്കാൻ വേണ്ടി നടക്കുന്ന തെറ്റായ ചിന്താഗതിയാണ് ഇന്ന് പോലീസുകാർക്കുള്ളത്. അതുകൊണ്ടാണ് രാത്രിയിൽ നടക്കുന്നവരൊക്കെ അവർ തേടി പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തും ഒരൊറ്റ ദിവസം. ഇത് വല്ലാത്തൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാലങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പെണ്ണുങ്ങളെ കളിയാക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണെന്ന ഒരു തെറ്റായ ധാരണയാണ് പോലീസുകാർക്കുള്ളത്. അപ്പോൾ പാലങ്ങളിൽ കൈവരിയിലൊക്കെ വെടി പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ അവർ പെണ്ണ് കേസിൽ പെടുത്തി കേസ് ചാർജ് ചെയ്യാറുണ്ട്. അവരുടെ തെറ്റായ ധാരണയാണ് ഇതെല്ലാം. പാലങ്ങളിലിരിക്കുന്നതെല്ലാം എല്ലാവരും പെണ്ണുങ്ങളെ കളിയാക്കുന്നവരല്ല. അത് ആദ്യം ഓർമ്മ വയ്ക്കുക. അതുപോലെ രാത്രി നടക്കുന്നവരൊന്നും തെറ്റായ വഴി കൂടെ നടക്കുന്നില്ല. ഇപ്പോൾ മറ്റേ കഞ്ചാവ് കച്ചവടം നടന്നത് പകലാണ്. രാത്രിയിൽ ആരാ നടത്തുന്നത്? പകലാണ് എല്ലാം നടത്തുന്നത്. സ്കൂളിൻ്റെ പരിസരത്ത് അതാണ് പോലീസുകാർ പിടിക്കേണ്ടത്. അല്ലാണ്ട് രാത്രിയിൽ ട്രെയിൻ ഇറങ്ങി നടക്കുന്നവരെ, അതുപോലെ മറ്റേ ഫിലിമൊക്കെ കണ്ട് നടക്കുന്നവരെ പിടിക്കുക, സ്റ്റേഷനിൽ കൊണ്ടിരുത്തല്ല വേണ്ട. ഇത്തരം കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രാത്രിയിൽ ആളുകൾ കൂടുതൽ സഞ്ചാരം കൂടി കഴിഞ്ഞാൽ കളവും കുറയും, ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം കുറയും. ഇത് 6 മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നൊരു സ്വഭാവമാണ്. ഇതാണ് മാറേണ്ടത്.